നമ്മൾ ഹരിശ്രീ എഴുതി പഠിപ്പിക്കേണ്ടത് തലതൊട്ടപ്പന്മാരായ കുതന്ത്രങ്ങളുടെ രാജാക്കന്മാരെയാണെന്ന് ഓർക്കണം. കൃത്യമായ എവിഡൻസിന് മുന്നിൽ പതറിപ്പോകാത്തവരാരാണ് മാഡം ഉള്ളത്? പഴുതുകൾ പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം. അതിന് മാഡത്തിനെ കൊണ്ട് കഴിയണം. നമുക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ചെയ്തു തീരാനും കണ്ടുപിടിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ചെയ്യാൻ സർവേശ്വരൻ ശക്തി തരും മാഡം. പക്ഷെ വിഷ്ണുവേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് എന്റെ സർവശക്തിയും ചോർന്നു പോവാ. എല്ലാം സഹിച്ചുള്ള നിൽപ്പ് കാണുമ്പോ എന്റെ സർവ്വനാഡികളും തളർന്നു പോവാ. അങ്ങനെ തളർന്നാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമല്ലേ മാഡം? ശക്തരാകുന്നത് ഇതെല്ലാം ചെയ്യിച്ചവരുമാണ്. നന്മയുടെ ജയം വരണമെങ്കിൽ തിന്മ പരാജയപ്പെട്ടേ ഒക്കൂ. മാഡമാണ് ഇപ്പൊ സാറിന്റെ ശക്തി. എന്താടാ വേഷം കെട്ട് എടുക്കല്ലേ? എന്തൊക്കെയാടാ നീ ഇരുന്ന് കാണിക്കുന്നത്? ഇവിടെയൊക്കെ ഛർദ്ദിച്ച് വൃത്തികേടാക്കിയ നീ തന്നെ വൃത്തിയാക്കി തരേണ്ടി വരും. സാറേ സാറേ ഇതാ ഇവൻ. സാറേ ഒന്ന് ഓടിവാ. സാറേ ഒന്ന് ഓടിവാ. എന്താണോ എന്താ പറ്റി? നോക്കിയേ. ഹലോ മാഡം, ഞാൻ സ്റ്റേഷനിൽ എസ് ഐ നഹാസാണ്. പറഞ്ഞോളൂ. മാഡം, വിഷ്ണു കുറച്ച് രക്തം ഛർദ്ദിച്ചു. എന്താ പറഞ്ഞേ? വിഷ്ണുവേട്ടൻ എന്ത് പറ്റിയെന്നാ? അറിയില്ല മാഡം, ബ്ലഡ് നന്നായിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഈശ്വര, പോലീസ് ജീപ്പിൽ കൊണ്ടുപോകാൻ ACP സമ്മതിക്കുന്നില്ല. ആംബുലൻസ് വന്നിട്ട് കൊണ്ടുപോയാൽ മതി എന്നാ ACP സാർ പറയുന്നത്. 1-2 ആംബുലൻസ് ഞാൻ വിളിച്ചു നോക്കി, പക്ഷേ എല്ലാം ഓട്ടത്തിലാ. മാഡം, എത്രയും പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ മാഡം? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. സ്റ്റേഷനിൽ അടുത്തെത്താറായി. പെട്ടെന്ന് വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം മാഡം. ഞാൻ എത്തി. രാമേട്ടാ, പെട്ടെന്ന് സ്റ്റേഷനിലെത്തണം. എത്രയും വേഗം പോകാൻ പറ്റൂ അത്രയും വേഗം. പെട്ടെന്ന്. ശരി മോളെ. വിഷ്ണുവേട്ടന് ഫുഡ് പോയ്സണായി ബ്ലഡ് വൊമിറ്റ് ചെയ്തെന്ന്. മാഡം, ഒന്നും സംഭവിക്കില്ല. നമ്മളിത് അടുത്തെത്തിയല്ലോ. രാമേട്ട, ഒന്ന് വേഗം. സാർ, ഇനി ആംബുലൻസ് നോക്കി നിന്നാ ഇവൻ ഇവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. നഹാസെ, അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു രോഗിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആംബുലൻസ്. നമുക്ക് വേണ്ടിയിട്ട് ആ രോഗിയെ വഴിയിലിട്ടിട്ട് ഇയാളെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റൂ? അല്ലെങ്കിൽ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. നമ്മൾ പറയുന്നതിന് മുമ്പേ കാര്യങ്ങൾ എടുത്താൽ പറ്റൂ. പക്ഷേ ഇയാളുടെ അവസ്ഥ. എടോ, ഈ അവസ്ഥയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നഹാസെ? ആംബുലൻസ് എത്താത്തത് ഇവന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കും. സാർ, ഇയാൾ ഇവിടെ കിടന്ന് മരിച്ചാ? എടോ, അതും വിധി. വിളിച്ച ആംബുലൻസ് എന്തായാലും വേസ്റ്റ് ആവില്ല. ആ ആംബുലൻസിൽ തന്നെ ഇവന്റെ ബോഡി നമുക്ക് മോർച്ചറിയിലേക്കും കൊണ്ടുപോകാം. ചേട്ടാ, ഈ മനുഷ്യ സ്നേഹികളായ പോലീസുകാരെ കൊണ്ട് പോലീസ് സേന പൊറുതിമുട്ട് കാണല്ലോ എന്റെ ഉടയതമ്പുരാനെ. വന്ന് ഈ സേന അച്ചമ്പട്ടത്തിന് പഠിപ്പിക്കുന്ന സെമിനാരിയാക്കി മാറ്റേണ്ടി വരുമോ?
അവളുടെ കാര്യം പറയുമ്പോ 100 നാവായിരുന്നല്ലോ. ഇപ്പൊ എന്താ മിണ്ടാട്ടം മുട്ടിപ്പോയോ? ദേ, എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച ഈ സത്യഭാമ ആരാണെന്നും എന്താണെന്നും നീ അറിയും. സത്യമേ, എന്താ സത്യമേ, എന്താ ഉണ്ടായത്? എടാ, നമ്മുടെ വിഷ്ണുവിനെ ശാലിനികളുടെ വീട്ടുകാരും കൂടി ചേർന്ന് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലാനാക്കി ഇട്ടിരിക്കുക. എടാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകടാ. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു വരണം. എന്റെ മകനെ കൊല്ലാൻ നോക്കിയവരുടെ കുടുംബത്തിലെ ഒരാളെയും എന്റെ കുടുംബത്തിൽ പിന്നെ കാണാൻ പാടില്ല. സത്യമേ, സംഭവിച്ചെന്താണെന്ന് അറിയാതെ നമുക്ക് എന്തായാലും അവിടെ എത്താം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സത്യമേ, ഞാനും കൂടി വന്നോട്ടെ. പോടി, എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ആ കുടുംബത്തിലെ ഒരുത്തിയെ ശാലിനി, ആ പിശാചിന്റെ മനസ്സിൽ ഇത്രയും വിഷം ഉണ്ടായിരുന്നോടി. എന്റെ മകനെ കൊല്ലാനും മാത്രം. എന്ത് ദ്രോഹമാണ് അവൻ അവളോട് ചെയ്തത്? അവളെ ജീവന് തുല്യം സ്നേഹിച്ചു പോയതോ? രോഹിത്തെ, നീ ഇങ്ങ് വന്നേ. ഇവിടുമാരൊക്കെ ഭർത്താക്കന്മാരെ കൊലയ്ക്ക് കൊടുക്കുന്ന ജാതിയാ. അല്ല, നിനക്കെപ്പോഴാ വിഷം കലക്കി തരുന്നെന്ന് ആര് കണ്ടു? വാടാ, വാടാ, എന്റെ കൂടെ നമുക്ക് പോവാം. വാ, വാ ഇങ്ങോട്ട്. വാ, വാ, വാ. എടോ, വണ്ടി എടുക്കണോ? വണ്ടി എടുക്ക പെട്ടെന്ന്.